Hello everyone, this is Muhammad Alfan. Welcome to just 2 minutes Excel tips. നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ ഒരു ബേസിക് ട്രിക്കാണ്, എന്നാൽ ഒരു പവർഫുൾ ആണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ മുന്നിൽ കാണുന്ന ചെറിയൊരു ഡാറ്റാബേസ്, റൈറ്റ്? സബ്ജക്റ്റ്, നെയിം, റെസ്പെക്റ്റീവ് മാർക്സ്, അതായത് ഓരോ സ്റ്റുഡൻസിന് റെസ്പെക്റ്റീവ് മാർക്സ് ആണ് ഇവിടെ കൊടുത്തത്. സോ അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു സിംഗിൾ സെല്ലിൽ തന്നെ 2 ഹെഡിങ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്, റൈറ്റ്? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കംഫർട്ട് ഫീലിംഗ് തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നെയിമും സബ്ജക്റ്റും സെപ്പറേറ്റ് സെല്ലിൽ ഇടാം. ഇത് E3 എന്നുള്ള സിംഗിൾ സെല്ലിൽ തന്നെ 2 ഹെഡിങ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. നമുക്കത് എങ്ങനെ ഒരു ബോർഡർ ലൈൻ വെച്ചിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷീറ്റ് 2ലേക്ക് പോകുന്നു. ഇവിടെ കാണാം സെയിം ഡാറ്റാബേസ് എക്സെപ്റ്റ് ദാറ്റ് ഹെഡിങ്, റൈറ്റ്? സോ ഏത് സെല്ലിലാണോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് ആ സ്പ്ലിറ്റപ്പ് വേണ്ടത് അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. ശേഷം മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോമാറ്റ് സെൽസ്. ഇവിടെ കാണാം ബോർഡർ എന്നുള്ള സെക്ഷൻ, റൈറ്റ്? ഇവിടെ ലിസ്റ്റ് ഓഫ് ബോർഡർ പാറ്റേൺസ് കാണാം. സോ ഇവിടെ കാണുന്ന ഈ റൈറ്റ് എൻഡിലുള്ള ഡിസ്റ്റ് പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്യുന്നു. സോ അതുപോലെ തന്നെ ഇത് നോർമൽ ലൈൻസ് ആണ് ബൈ ഡിഫോൾട്ട് ആയി വരുന്നത്. ഇതിനെ കുറച്ചുകൂടി ബോൾഡ് കൂടണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സോ ലെറ്റ് ഇറ്റ് ബി നോർമൽ ഓൺലി. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇത് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. കഴിഞ്ഞില്ല, ഞാൻ എനിക്ക് 2 ഹെഡിങ് അങ്ങനെ കൊടുക്കുന്നത്. ജസ്റ്റ് ഈ സെയിം സെല്ലിൽ തന്നെ കേഴ്സർ മൂവിപ്പിക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഞാൻ ഹെഡിങ് കൊടുക്കുന്നു. ഫസ്റ്റ് നെയിം. ശേഷം എനിക്ക് നെക്സ്റ്റ് ലൈനിൽ എനിക്ക് സബ്ജക്റ്റ് വേണം. സോ നമുക്കറിയാം എക്സൽ ഒരു സിംഗിൾ ലൈനിലേക്ക് വരുന്നെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഓൾട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് കൊടുക്കുന്നു, സബ്ജക്റ്റ്. ഇനി ഏതെങ്കിലും സെല്ലിൽ കേഴ്സർ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ എപ്പോഴും അലൈൻമെൻറ്റ് സെറ്റ് ആയില്ല. സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ കറക്റ്റ് വന്നു. നെയിം നമുക്ക് റൈറ്റ് എൻഡിലേക്ക് വരണം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, വീണ്ടും നെയിമിൻ്റെ അവിടെ കേഴ്സർ വെക്കാം. ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ ഉപയോഗിച്ചിട്ട് പുഷ് ചെയ്താൽ മതി ഫ്രണ്ടിലേക്ക്. ഓക്കെ, അഥവാ ഇതിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഇതിൻ്റെ ബോർഡർ ലൈൻ മാറ്റണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും. സോ ഫോമാറ്റ് സെൽസ്. ഇവിടെ കാണാൻ പറ്റും ലിസ്റ്റ് ഓഫ് പാറ്റേൺസ്, റൈറ്റ്? ഇനി അഥവാ റിമൂവ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ പ്രസ് ചെയ്താൽ മതി. ക്ലിയർ? ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.